നൈനൂട്ടന് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഒരു സുന്ദരിപ്പട്ടം വേണം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സുന്ദരിപ്പട്ടത്തിനായി നമുക്ക് 3 കളറിലുള്ള പേപ്പർ ആവശ്യമാണ്. ഒരു സ്കെയിൽ വേണം, ഒരു ഗം വേണം, പിന്നെ ഒരു സിസേഴ്സ് കത്രിക വേണം, പിന്നെ 2 വലിയ ഈർക്കിൽ, പിന്നെ 2 ചെറിയ ഈർക്കിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് പട്ടത്തിനായി ഒരു യെല്ലോ പേപ്പറും അതിൻ്റെ ഡിസൈനിനായി ഒരു ഗ്രീൻ, ഒരു ഓറഞ്ച് എന്നീ 2 കളറിലുള്ള പേപ്പറുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പേപ്പർ ഒന്ന് മടക്കി അത് കറക്റ്റ് സ്ക്വയർ ആക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇപ്പുറത്തേക്ക് യോജിപ്പിച്ച് വെച്ച് കറക്റ്റ് ആക്കിയാൽ മതി. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ച് ബാക്കി വരുന്ന ഭാഗം നമുക്കങ്ങ് മുറിച്ച് മാറ്റാം. ഈ വശത്ത് നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ താഴത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. സൈഡിൽ നിന്ന് 1 സെൻറ്റിമീറ്ററും അങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു മൂലയിലേക്ക് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആ സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് നിവർത്തിയിട്ടാലോ. നിവർത്തിയിടുമ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം മുകളിലായിട്ട് തന്നെ വരണം. ആ നേരെയുള്ള ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ഗം തേച്ച് കൊടുക്കാം. ആ നീളമുള്ള ഒരു ഈർക്കിലി എടുത്ത് അതിൽ നേരെ വയ്ക്കുക. ഗം തേച്ച് കൊടുത്താൽ മതി കേട്ടോ, കറക്റ്റായിട്ട് ഇരുന്നോളൂ. പിന്നെ ആ പേപ്പർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, അവിടെയാണ് അടുത്ത ഈർക്കിലെടുത്ത് നമുക്ക് അവിടേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഗം തേച്ചിട്ട് വെച്ച് കൊടുക്കാം. അത് കുറച്ച് ടഫാണ്, കാരണം വളഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മാത്രമേ ആ റൗണ്ടായിട്ട് ഇരിക്കത്തുള്ളൂ. അവിടെ ഒന്ന് കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടി ഗം തേച്ച് അത് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ചെറിയ കുറച്ച് പേപ്പർ വേണം കേട്ടോ. എന്തിനാണെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മാത്രമേ ഇതൊന്നും ഇരിക്കുള്ളൂ. നമ്മുടെ ആ ഈർക്കിലിൻ്റെ ഭാഗത്തും നന്നായി ഗം തേച്ച് കൊടുക്കുക. ആ പേപ്പറിലേക്ക് നന്നായി ഒട്ടിയിരിക്കാനാണിത്. അപ്പം നമ്മൾ ആ പേപ്പറിൽ ചെറിയ പേപ്പറിൽ ഗം തേച്ചിട്ട് ആദ്യം ആ 2 ഈർക്കിലും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് പിടിച്ചോണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ ഏത് വിട്ടുപോരും. കുറച്ച് സമയം ഒട്ടി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ചെറിയ പേപ്പർ കഷ്ണങ്ങൾ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഒരു 8.5 സെൻറ്റിമീറ്റർ അളവിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്യുക. അത് വേറെ ഒരു കളർ പേപ്പറിൽ എടുത്തായിരിക്കും ഭംഗി കേട്ടോ. 2 കളർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു പേപ്പർ കൂടി കട്ട് ചെയ്ത് ആ സ്ക്വയറിലേക്ക് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ. എന്നിട്ട് അത് ഡയമണ്ട് ഷേപ്പിലൊന്ന് മടക്കിയെടുക്കുക. താഴത്തെ ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 ചെറിയ ഈർക്കിലി എടുത്തിരുന്നില്ലേ, അത് ഈ അളവിൽ കട്ട് ചെയ്യാൻ നോക്കണേ. 8.5 ആണ്, അപ്പോൾ അതിൽ കുറച്ച് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ കുറച്ചുകൂടി കുറവില്ല. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ 2 സൈഡിലും ഗം തേച്ച് 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുക. ആ ഗമ്മിൽ നല്ലപോലെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന വിധത്തിൽ, പുറത്ത് കാണാതെ, പുറത്തേക്ക് പോകരുതേ, അതിൻ്റെ അകത്തിരിക്കുന്ന അത്രയും അളവിൽ എടുക്കാവുള്ളൂ. എന്നിട്ട് ഇതൊന്ന് മടക്കി തിരിച്ച് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പം നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ. വേറൊരു സ്ക്വയർ എടുക്കുക. നമ്മളുണ്ടല്ലോ ആ പട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് അകത്ത് വരുന്ന ഒരു സ്ക്വയർ പേപ്പർ വെട്ടിയെടുത്താലും മതി. ഇങ്ങനെ 2 കളർ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ ടോപ്പിൽ വെച്ച് ഗം തേച്ച് അതിങ്ങനെ നന്നായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഈ സുന്ദരിപ്പട്ടത്തിന് കണ്ണ് വേണ്ടേ? കണ്ണും വായും ഒക്കെ വേണം അല്ലേ? അപ്പോൾ 2 റൗണ്ട് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൽ ബ്ലാക്ക് കളറും വൈറ്റ് കളറും അടിച്ചു കൊടുത്ത് കണ്ണുണ്ടാക്കി, അതുപോലെ തന്നെ വായ ഈ ഷേപ്പിൽ, കാണുന്ന ഷേപ്പിൽ
വായ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുക. നാക്കിനാണ് പിങ്ക് കളർ അടിച്ചു കൊടുത്തേക്കുന്നത്. അത് ഗം തേച്ച് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് കണ്ണിന് പീലി വരച്ചു കൊടുക്കാം. നമുക്ക് ഒരു ബ്ലഷ് വേണ്ടേ? സുന്ദരിപ്പട്ടത്തിനൊരു ബ്ലഷ് വേണ്ടേ? ഒരു പിങ്ക് കളറിലെ പെൻസിലെടുത്ത് പതുക്കെ കണ്ണിന് താഴത്തായിട്ട് 2 സൈഡിലും ബ്ലഷും വരച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സുന്ദരിപ്പട്ടം തയ്യാർ.